ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കെല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണല്ലേ ടേർട്ടിൽ വൈൻ. ടേർട്ടിൽ വൈൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ തന്നെ വീടിനൊരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ പിങ്ക് നിറത്തിലുള്ള ടേർട്ടിൽ വൈനാണ്. എൻ്റെ ചെടികളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് ഈ പിങ്ക് ടേർട്ടിൽ വൈൻ. ഇതിൻ്റെ ഇലകളുടെ അടിഭാഗം പിങ്ക് നിറത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പിങ്ക് ലേഡി, പിങ്ക് പാന്തർ എന്നൊക്കെയാണ് നമ്മളിതിനെ വിളിക്കുന്നത്. ഈ പിങ്ക് നിറം എപ്പോഴും ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ നല്ല ബ്രൈറ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. അതായത് നല്ല പ്രകാശമുള്ള, അധികം ചൂടില്ലാത്ത സൺലൈറ്റാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം ഇതൊരു കോഫി ബ്രൗൺ കളറിലേക്ക് ചേഞ്ച് ആയി പോകും. പിന്നെ ഇതിനെ കാണാനുള്ളൊരു ഭംഗി കുറയും. ഇതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഈ കാണുന്ന ഗ്രീനിഷ് ബ്രൗൺ കളറിലുള്ള ഈ ഒരു ടേർട്ടിൽ വൈൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത എന്തെന്നാൽ ഒരുപാട് വളർന്ന് ലെങ്ത് വെക്കത്തില്ല. ഇതൊരു കുരുവിക്കൂട് പോലെ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. രണ്ടിനും ഈ കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ നേച്ചർ രണ്ടും സെയിം ആണ്. ഇത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഗ്രീൻ കളറിലെ ടേർട്ടിൽ വൈൻ എന്ന്. നേരത്തെ കാണിച്ച രണ്ട് ടേർട്ടിൽ വൈൻ പോലെ അല്ല ഇത് അത്യാവശ്യം ലെങ്ത്തിൽ വളരുന്ന ഒരു ടൈപ്പാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ കഴിയും. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച വെച്ചതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇതിന് ലെങ്ത് ഇല്ലാത്തത്. ഇനി നമ്മുടെ ടേർട്ടിൽ വൈൻസ് തഴച്ച് വളരാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യത്തേത് സൂര്യപ്രകാശമാണ്. നല്ല ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം ചെടി വളർത്തിയെടുക്കാൻ. അതായത് നല്ല പ്രകാശമുള്ള, അധികം ചൂടില്ലാത്ത സൺലൈറ്റാണ് വേണ്ടത്. ഇനി രണ്ടാമത്തേത് വെള്ളം എങ്ങനെയാണ് ഇതിന് ഒഴിച്ചു കൊടുക്കുക എന്നാണ്. ചട്ടിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ഈ ഹാങ് ചെയ്ത് കിടക്കുന്ന പോർഷനിലും നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഹാങ്ങിങ് പോർഷനിലും വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ. ഇനി മൂന്നാമത്, എന്ത് വളമാണ് നമ്മൾ ടേർട്ടിൽ വൈൻസിന് കൊടുക്കേണ്ടത്? നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് വളങ്ങളിൽ ഒന്നാണ് കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക്. സാധാരണ പല വിജ്ഞാന കടകളിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടുന്നതാണ്. 1-2 പീസ് എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുക. ഏതാണ്ട് ഒരു 10 മണിക്കൂറിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ മിക്സ് ആയിട്ടുണ്ടാവും. ഇതിൻ്റെ തെളിഞ്ഞ ഭാഗമാണ് നമുക്ക് ആവശ്യം. ഇനി ഇതിലേക്ക് 2 പോർഷൻ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് 1 കപ്പ് കടലപ്പിണ്ണാക്കിന് 2 കപ്പ് വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് മാത്രമേ ചെടികൾക്ക് ഉപയോഗിക്കാവൂ. ഇത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. കടലപ്പിണ്ണാക്കിൻ്റെ ഈ വളം മാസത്തിൽ 1 പ്രാവശ്യം മാത്രം ചെയ്തു കൊടുത്താൽ മതിയാകും. ഇതുകൂടാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് 6 മാസത്തിലൊരിക്കൽ ചാണകപ്പൊടി ഈ ചട്ടിയിലൊന്ന് വിതറി കൊടുത്താലും മതിയാകും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.